ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീരാമ കഥാദിനം ഇന്ന് 11. ഇന്നത്തെ വിഷയം ഭരതന്റെ മടക്കം, ദശരഥന്റെ വിയോഗം, കൈകേയിയോടുള്ള ഭരതന്റെ ധർമ്മ നിലപാട്. പ്രിയപ്പെട്ട ബന്ധുക്കളെ, ഇന്നലെ ചിത്രകൂടിൽ ശ്രീരാമനും സീതയും ലക്ഷ്മണനും ലളിതമായ വനജീവിതം ആരംഭിച്ചതും അയോധ്യയിൽ രാമവിരഹം സഹിക്കാനാവാതെ ദശരഥ മഹാരാജാവ് രാമ രാമ എന്നുച്ചരിച്ച് പരലോകം പ്രാപിച്ചതും നാം കേട്ടു. ഇന്ന് ധർമ്മത്തിന്റെ മറ്റൊരു ഉത്തമ മാതൃകയായ ഭരതന്റെ ജീവിതം കാണാം. കാലത്ത് ഭരതനും ശത്രുഘ്നനും കൈകേയിയുടെ പിതാവിന്റെ രാജ്യമായ കേകയ ദേശത്തായിരുന്നു. വസിഷ്ഠ മഹർഷി അവരെ ഉടൻ അയോധ്യയിലേക്ക് വിളിച്ചു വരുത്താൻ ദൂതന്മാരെ അയച്ചു. അവർ അയോധ്യയിലെത്തിയപ്പോൾ നഗരം മുഴുവൻ നിശബ്ദമായിരുന്നു. ആഘോഷങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ജനങ്ങളുടെ മുഖങ്ങളിൽ സന്തോഷവും ഉണ്ടായിരുന്നില്ല. ഇത് കണ്ട ഭരതന് വലിയ ആശങ്കയായി. കൊട്ടാരത്തിലെത്തിയ ഭരതൻ ആദ്യം പിതാവിനെ അന്വേഷിച്ചു. അപ്പോൾ കൈകേയി പറഞ്ഞു, മകനെ, നിന്റെ പിതാവ് മരിച്ചു. ഈ വാർത്ത കേട്ട് ഭരതൻ തകർന്നു വീണു. അല്പസമയത്തിന് ശേഷം അദ്ദേഹം ചോദിച്ചു, എൻ്റെ ചേട്ടൻ ശ്രീരാമൻ എവിടെയാണ്? കൈകേയി അഭിമാനത്തോടെ പറഞ്ഞു, ഞാൻ ആവശ്യപ്പെട്ട 2 വരങ്ങൾ മൂലം ഭരതന് രാജ്യം ലഭിച്ചു. രാമൻ 14 വർഷത്തേക്ക് വനവാസത്തിനും പോയി. ഈ വാക്കുകൾ കേട്ട ഭരതന്റെ കണ്ണുകളിൽ കണ്ണുനീരും ഹൃദയത്തിൽ തീയും നിറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, അമ്മേ, എന്താണ് ഈ മഹാപാപം ചെയ്തത്? എനിക്ക് ഈ രാജ്യം വേണ്ട. ധർമ്മത്തിന്റെ പ്രതിരൂപമായ ശ്രീരാമനെ വനത്തിലേക്ക് അയച്ച രാജ്യം ഞാൻ ഒരിക്കലും സ്വീകരിക്കുകയില്ല. ഭരതൻ കൈകേയിയെ കഠിനമായിട്ട് ശാസിച്ചു. പിന്നീട് കൗസല്യാദേവിയുടെ അടുക്കൽ ചെന്ന് അവളുടെ പാദങ്ങളിൽ വീണു. അമ്മേ, ഈ പാപത്തിൽ എനിക്ക് യാതൊരു പങ്കുമില്ല. ചേട്ടനെ വനത്തിലേക്ക് അയക്കണമെന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. കൗസല്യ ഭരതനെ ചേർത്ത് പിടിച്ചു. അവൾക്ക് മനസ്സിലായി, ഭരതൻ ധർമ്മത്തിൽ ശ്രീരാമനോളം തന്നെ മഹാനാണ്. ഗുരു വസിഷ്ഠന്റെ നിർദ്ദേശപ്രകാരം ഭരതൻ പിതാവിന്റെ അന്ത്യകർമ്മങ്ങൾ ഭക്തിപൂർവം നിർവഹിച്ചു. ശേഷം മന്ത്രിമാരും ഗുരുക്കന്മാരും ഭരതനോട് പറഞ്ഞു, ഇനി രാജ്യം ഏറ്റെടുക്കേണ്ടത് അങ്ങാണ്. എന്നാൽ ഭരതൻ ഉറച്ച സ്വരത്തിൽ പറഞ്ഞു, അയോധ്യയുടെ യഥാർത്ഥ രാജാവ് ശ്രീരാമനാണ്. ഞാൻ ചിത്രകൂടത്തിലേക്ക് പോയി അദ്ദേഹത്തെ തിരികെ കൊണ്ടുവരും. അദ്ദേഹം മാത്രമേ ഈ സിംഹാസനത്തിൽ ഇരിക്കൂ. ഈ വാക്കുകൾ കേട്ടപ്പോൾ അയോധ്യയിലെ ജനങ്ങളുടെ മനസ്സിൽ വീണ്ടും പ്രത്യാശ ഉദിച്ചു. എല്ലാവരും ഒരുമിച്ച് ചിത്രകൂടിലേക്ക് പോകാൻ തീരുമാനിച്ചു. ഇന്നത്തെ സന്ദേശം ഭരതൻ നമ്മെ പഠിപ്പിക്കുന്നത് മറ്റുള്ളവരുടെ അവകാശം ഒരിക്കലും ആഗ്രഹിക്കരുത്. അധികാരത്തെക്കാൾ വിലപ്പെട്ടത് ധർമ്മമാണ്. യഥാർത്ഥ സ്നേഹം സ്വാർത്ഥതയില്ലാത്തതാണ്. ഭരതന് രാജ്യം ലഭിച്ചിട്ടും അത് അദ്ദേഹം സ്വീകരിച്ചില്ല. കാരണം അദ്ദേഹത്തിന് രാജ്യത്തെക്കാൾ പ്രിയപ്പെട്ടത് ശ്രീരാമനായിരുന്നു. ഹേ ശ്രീരാമ, ഭരതനെ പോലെ നിസ്വാർത്ഥ സ്നേഹവും ധർമ്മനിഷ്ഠയും ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വളർത്തേണമേ. മറ്റുള്ളവരുടെ നന്മയിൽ സന്തോഷിക്കാനും സത്യത്തിന്റെ വഴിയിൽ ജീവിക്കാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ശ്രീരാമ ജയ രാമ ജയ ജയ രാമ, ശ്രീരാമ ജയ രാമ ജയ ജയ രാമ, ശ്രീരാമ ജയ രാമ ജയ ജയ രാമ. നാളെ ഭരതൻ ചിത്രകൂടത്തിലെത്തുന്നു. ശ്രീരാമനുമായിട്ടുള്ള ഹൃദയസ്പർശിയായിട്ടുള്ള സംഗമം, പാതുക